ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, സാറിന് വന്നിട്ടുള്ളത് എന്താണെന്നറിയാം. നമ്മുടെ എക്സാമിനൊക്കെ സാധാരണ എല്ലാ ആൾക്കാരും ചില ആൾക്കാരൊക്കെ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് സാർ വന്നിട്ടുള്ളത്. നിർബന്ധമായി നിങ്ങൾ ഇത് പഠിച്ചു വെച്ചോളാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു പ്രധാനപ്പെട്ട ഈ ടോപ്പിക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ഇത് ഏത് ഭാഗത്തു നിന്നാണ് അവർ അല്ലെങ്കിൽ നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിനകത്ത് അന്തരീക്ഷ പാളികളെ കുറിച്ച് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 5 പാളികളാണ്, 5 ലെയേഴ്സ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. ഇതിനകത്ത് ഈ ചിത്രത്തിനകത്ത് മക്കൾ നോക്കി പ്രധാനമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട് ഈ പറയുന്ന ഏറ്റവും ടോപ്പില് എക്സോസ്ഫിയർ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും താഴെയാണെങ്കിൽ ഈ പറയുന്ന ട്രോപ്പോസ്ഫിയർ ഉണ്ട്. ഇപ്പൊ ഭൂമിയിൽ നിന്നാണെങ്കിൽ ആദ്യം കാണുന്നത് ട്രോപ്പോസ്ഫിയർ, പിന്നെ ഏറ്റവും ടോപ്പിലുള്ളത് അതാണ് എക്സോസ്ഫിയർ ആണ്. ഇതിന്റെ ഇടയിലുള്ള ആ 3 എണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടെത്തേണ്ടത് അല്ലേ. ഈ പറഞ്ഞ A B C എന്ന് പറഞ്ഞ 3 എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ വേണ്ടി പറ്റും. അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അത് ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ ആണെങ്കിൽ ഈ പറയുന്ന ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് അറിയാൻ സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിൽ ആരാണ്, മെസോസ്ഫിയർ ആണ്. പിന്നെ ഉള്ളത് തെർമോസ്ഫിയർ ആണ്. ലാസ്റ്റ് വൺ ആണ് ഇത് എക്സോസ്ഫിയർ. ഇത് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നോക്കിയോളൂ മക്കളെ, നിങ്ങൾക്ക് അവിടെ കാണാം. അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ നോക്ക് ഇവിടെ ഓൾറെഡി ഈ പറഞ്ഞ ട്രോപ്പോസ്ഫിയർ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് പിന്നെ വരുന്നത് സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ അല്ലെ. അതാണ് ഇത് ഉത്തരം അല്ലെ. അപ്പൊ ഈ പറയുന്ന നിങ്ങൾ നോക്കിയോളൂ, പ്രധാനമായിട്ട് എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതാണ് ഏത്, സ്ട്രാറ്റോസ്ഫിയർ. എ മീൻസ് ഏതാണ്, സ്ട്രാറ്റോസ്ഫിയർ ആണ് കേട്ടോ. എ മീൻസ് ഏതാണ്, സ്ട്രാറ്റോസ്ഫിയർ. എ മീൻസ് സ്ട്രാറ്റോസ്ഫിയർ ആണ്, സ്ട്രാറ്റോസ്ഫിയർ. അതുപോലെ തന്നെ ഈ പറയുന്ന മെസോസ്ഫിയർ, അത് കഴിഞ്ഞാൽ ഏതാണ്, മെസോസ്ഫിയർ. അതിന്റെ ലാസ്റ്റ് വൺ ഏതാണ്, ഈ പറയുന്ന തെർമോസ്ഫിയർ കേട്ടോ, തെർമോസ്ഫിയർ. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഓക്കെ, റെഡി അല്ലേ. അപ്പൊ മക്കളെ, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അത് കഴിഞ്ഞാൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ദ അറ്റ്മോസ്ഫിയറിക് ലെയർ വിത്ത് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കണം, താപനില ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ പാളി ഏതാണ്? അത് മക്കളെ ഉത്തരം ഏതാണ്, മെസോസ്ഫിയർ കേട്ടോ. മെസോസ്ഫിയർ തന്നെയാണ്. ഏതാണ്, മെസോസ്ഫിയർ കേട്ടോ. അതിന്റെ ഉത്തരം ഏതാണ്, മെസോസ്ഫിയർ കേട്ടോ. മെസോസ്ഫിയർ ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ അന്തരീക്ഷ പാളികളെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചാലോ. പ്രധാനമായിട്ട് നിങ്ങൾ നോക്ക്, അന്തരീക്ഷ പാളികൾ 5 എണ്ണം ഉണ്ട് അല്ലെ. അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഭൂമിയിൽ നിന്നും ആദ്യം കാണുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. അതിന്റെ മുകളിലുള്ളത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. പിന്നെ ഉള്ളത് മെസോസ്ഫിയർ ആണ്, തെർമോസ്ഫിയർ ആണ്. പിന്നെ ഏറ്റവും ടോപ്പുള്ളതാണ് എക്സോസ്ഫിയർ ആണ്. ഇത് പഠിക്കാനൊക്കെ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചിലപ്പം അനുഭവിക്കാം. പക്ഷേ അത് പഠിക്കാൻ വേണ്ടി ഞാനൊരു സിമ്പിൾ കോഡ് എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. ആ കോഡ് ഇതാണ് മക്കളെ. കോഡ് ഇതാണ്. ഇതാ പിടിച്ചോളൂ. കോഡ് ഇതാണ് കോഡ് കേട്ടോ. ഈ ഒരു കോഡ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ഒരു കോഡ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഈ കോഡ്, യെസ്, റെഡി. ഈ ഒരു കോഡ് മക്കളെ, എന്താണ് കോഡ്? കോഡ് നോക്കണം മക്കളെ. കോഡ് നോക്ക്. ഇത് മോസ്റ്റ് എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. എങ്ങനെ വായിക്കണം, ഇത് മോസ്റ്റ് എന്ന് നമ്മൾ വായിക്കണം. എങ്ങനെ, ഇത് മോസ്റ്റ്. അങ്ങനെ എന്ത് ചെയ്യണം, വായിക്കണം. അതായത് ഇത് മോസ്റ്റ് ആണ്, ഇത് വലുതാണ് എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇത് മോസ്റ്റിനകത്ത് ഇ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിച്ചത്, എക്സോസ്ഫിയർ ആണ് ഉദ്ദേശിച്ചത്. ഇനി ദ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഏതാണ്, തെർമോസ്ഫിയർ ആണ് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിച്ചുള്ളത്. ഇനി എം എന്ന് പറഞ്ഞാൽ ഏതാണ്, ഈ പറയുന്ന മെസോസ്ഫിയർ ആണ് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ OS എന്ന് പറഞ്ഞാൽ മക്കളെ, ഓസോൺ പാളി കാണുന്ന പ്രധാനപ്പെട്ട ലെയർ ആണ് ഇത്, സ്ട്രാറ്റോസ്ഫിയർ. അതാണ് ഇത് OS എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ T എന്ന് പറഞ്ഞാൽ എന്താണ്, ലാസ്റ്റ് വൺ ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പൊ നിങ്ങൾ ഒരൊറ്റ കോഡിലൂടെ ഇത് മോസ്റ്റ് എന്ന് പറയുന്ന ഒരു കോഡിലൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ അന്തരീക്ഷ പാളികൾ തെറ്റാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പഠിക്കാം. ഇനി നമുക്ക് ഓരോന്നിന്റെയും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകാം. ട്രോപ്പോസ്ഫിയർ മക്കളെ ശ്രദ്ധിച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം തന്നെ നോക്കുന്നത് കേട്ടോ. ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി, ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അപ്പൊ എല്ലാവർക്കും അറിയാം, അന്തരീക്ഷ പാളിയുടെ ഏറ്റവും താഴ്ന്ന പാളിയാണ് ഇത് ട്രോപ്പോസ്ഫിയർ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ നോക്കി, ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് ഇത്, ഈ പറഞ്ഞ സ്ട്രാറ്റോസ്ഫിയർ കേട്ടോ. അത് ഒന്ന് ഓർത്ത് വെച്ചോളാം. ഇനി അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇവിടെയാണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് എന്ത് കാണുന്നത്, ഓസോൺ കാണുന്നത് കേട്ടോ. ഓസോൺ പാളി, ഈ പറഞ്ഞ അൾട്രാവയലറ്റ് രശ്മികളെ, സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ ഇതുപോലെ തന്നെ ഭൂമിയിലേക്ക് കടത്തിവിടാതെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ് ശരിക്കും എന്ത്, ഓസോൺ എന്ന് പറയുന്നത് അല്ലെ. ഓസോൺ ശരിക്കും എന്താണ്, അതൊരു ബ്ലാങ്കറ്റ് തന്നെയാണ് അല്ലെ, ഒരു പുതപ്പ് പോലെ തന്നെ നമ്മളെ ആവരണം ചെയ്താണ് ഇത്, ഈ പറഞ്ഞ ഓസോൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഓസോണുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന, ശരീരത്തിൽ ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ജസ്റ്റ് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വൺ നോക്കേണ്ടത് മെസോസ്ഫിയർ. മെസോസ്ഫിയറുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നോക്കി നോക്കണേ, അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില ഇവിടെയാണ് അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കണം, ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഹിയർ എന്നുള്ളത് അവിടെ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെസോസ്ഫിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, നെക്സ്റ്റ് വൺ നമുക്ക് കാണുന്നതാണ് ഇത്
തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറുമായി ബന്ധപ്പെട്ട ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നതാണ്. ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ് അല്ലേ, ഉയരം കൂടുന്നതനുസരിച്ച് താപനില കൂടി വരുന്ന ഒന്നാണ് ഇത് ഈ പറഞ്ഞ തെർമോസ്ഫിയർ. പേരിൽ തന്നെ ഉണ്ട് തെർമൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചൂട്, താപം കൂടുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആ പേരിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് വൺ ലാസ്റ്റ് വരുന്നതാണ് ഇത് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് ഇത് എക്സോസ്ഫിയർ എന്ന് പറഞ്ഞാൽ. ഇത് പ്രധാനമായിട്ട് എന്താണ്, ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. സോ ദീസ് ലെയർ ബിക്കം ദ പാർട്ട് ഓഫ് ഔട്ടർ സ്പേസ്. പ്രധാനമായിട്ടും ശൂന്യാകാശത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഇത് എക്സോസ്ഫിയർ. ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ മക്കളെ ഓർത്ത് വെച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്. അന്തരീക്ഷ പാളികളൊക്കെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, പല ആൾക്കാരും തെറ്റിക്കുന്ന ഒരു പോർഷൻ കൂടിയാണ്. അപ്പൊ മക്കളെ ഇത്തരത്തിലേക്ക് വളരെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്ന ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഇനി ഒരുപാട് പബ്ലിക് ലൈവുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന ചാനലിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ അവരെന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. സോ ബൈ എവരിവൺ, ബൈ.